ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗിരീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് ചലഞ്ചാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല. എന്താ വെച്ചാൽ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ പോയി, അതുകൊണ്ട് ഒരാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ വ്ളോഗ് എടുക്കണം. അപ്പോൾ ഇന്ന് തന്നെ തീരുമാനിച്ച വ്ളോഗാണ്. അതുകൊണ്ട് അത്ര ഇതല്ല, എന്നാലും ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് സൗണ്ട് കമ്മിയാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ ഷോർട്സ് ഇടുന്നതിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യം ഞങ്ങൾക്ക് റെഡിയാക്കാം. മൈക്കില്ല ഒന്നാമത്. പിന്നെ സാധാ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുന്നത്. പിന്നെ നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിൽ കാണണ്ട, അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറുതെ കണ്ടിട്ട് അവരിങ്ങനെയാണ് അവർ ചെയ്യുന്നത് കണ്ട അങ്ങനെ പറയുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് കാണാണ്ട് പോവുക. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു ടൈം പാസിന് ഇടുന്നു മാത്രം. ഞങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൈക്ക് സൗണ്ട് ഇല്ല എന്നൊക്കെ പറയാം. ഇതിനൊരു ഇൻകം കിട്ടിയാലേ ഞങ്ങൾക്ക് അത് മേടിക്കാൻ വീട്ടിൽ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ സബ്സ്ക്രൈബർ കൂടി വെച്ചാലേ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ സപ്പോർട്ട് ഇല്ല എന്നല്ല, പക്ഷെ ഒരു വിശ്വാസം വരണ്ടേ. ഇതിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഉപകാരം ഉണ്ടെന്ന് വിശ്വാസം വരണ്ടേ. അത് വരണമെങ്കിൽ ഇതിന് കുറച്ച് സബ്സ്ക്രൈബർ കൂടി അങ്ങനെ. ഇപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇവിടെ പോയി കണ്ടിട്ട് അപ്പുറത്ത് പോയി കുറ്റം പറയുന്നവരും കാണണ്ട, അത്രേ പറയാനുള്ളൂ. കുറെ കേട്ടു, പക്ഷെ കമന്റിലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. നേരിട്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട്. ഇവളുടെ ഫാമിലിയിൽ അത്ര ഇല്ലെങ്കിലും എൻ്റെ ഫാമിലിയിലുണ്ട്. ഞാൻ തുറന്നു പറയുന്നത് അത്രേ ഉള്ളൂ. ശരി, അപ്പൊ ഇതൊക്കെ വിടാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമന്റിൽ എന്ത് തോന്നുന്നത് വെച്ച് പറയാം. ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി വെച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്യും. പിന്നെ കുറെ പേര് കമന്റ് ചെയ്യാനാണ് സന്തോഷമുണ്ട്. ആരെന്നാലും അറിയില്ല, പക്ഷെ എന്നാലും കമന്റ് ചെയ്യുന്ന കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. കുറച്ചാണെങ്കിലും ഇപ്പൊ തന്നെ തുടങ്ങിയിട്ട് 100 സബ്സ്ക്രൈബർ ആയിരിക്കും. അപ്പോൾ ഒരു മനസ്സിനൊരു സുഖമുണ്ട്. ചെയ്യാനത് ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ഇനി വൈകാണ്ട് സെൽഫി സ്റ്റിക്ക് മേടിക്കും. ഒന്ന് വാങ്ങിച്ചു, പക്ഷെ അത് പണിവാളിയിട്ട് തിരിച്ചായി. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ഇടണം വേണ്ട തീരുമാനിച്ചിട്ട് ഇടുന്നതായിരിക്കും. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ മാഗി ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പം അതിൽ ആരെ ഫസ്റ്റ് കഴിച്ചാണ് അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിച്ച് കഴിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല, കാരണം പെട്ടെന്നായതുകൊണ്ട്. പെട്ടെന്ന് ഇപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ തീരുമാനിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ പണിഷ്മെന്റ് ആരെ വേണമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രയും മാഗി ഉണ്ട്. ഒരു മാഗി 1.5 മാഗി ഞാൻ കൂടിപ്പോയി കഴിക്കുള്ളൂ. ഇത്രയും അങ്ങനെ കഴിച്ചെടുക്കുന്നില്ല. ഇല്ലെങ്കിൽ കഴിച്ചില്ല പണിഷ്മെന്റ് എടുപ്പിച്ചാൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ആരെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഫസ്റ്റ് ടൈമർ വയ്ക്കാൻ ചോദിച്ചു, പിന്നെ വേണ്ടാണ്ട് ഫസ്റ്റ് ആരെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കാം. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പം സമയം 4 മണിയായി. അപ്പോൾ മുഴുവൻ കഴിക്കുന്ന ഒരു വിശ്വാസം ഉണ്ട്. ഞാൻ ഫസ്റ്റ് കഴിച്ചത് എനിക്ക് പണിഷ്മെന്റ് എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലൊക്കെ ആഗ്രഹം. നോക്കട്ടെ. അത്യാവശ്യം ചൂടുണ്ട്. എൻ്റെ ചൂടൊന്നുമില്ല. ഗൈസ്, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. നല്ല ചൂടറി മനസ്സിലില്ല. നിങ്ങൾക്ക് തീരില്ല. അടുത്ത് ചാവണ്ട. വെള്ളം എടുത്തിട്ടുണ്ടാവും. വെള്ളം എടുത്തിട്ട് കഴിക്കണം. ചത്ത ഫുൾ ദിവസം ചത്താൽ മതി. ചൂടെടുത്ത് പയ്യ ഒന്നാമത് ചൂട് വേണം, ഫാനിട്ടില്ല. വിശക്കുണ്ട്, പക്ഷെ ഇറങ്ങുന്നില്ല. ഇനി മെല്ലെ കഴിക്കും. ഇത് പറ്റില്ല, തടയാനൊന്നും പറ്റില്ല. അത് സ്പൂണിൽ കൊള്ളില്ല. ഞങ്ങൾക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്നെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കാൻ കൊടുത്തപ്പോൾ ആദ്യം എനിക്ക് ഉപ്പൊന്നും വേണ്ട, ഉപ്പ് കൊടുക്കണം. എന്നിട്ട് അവള് എന്താണ് ഓരോ സംഭവങ്ങള്. ഇത്ര
നിങ്ങൾക്ക് ടൈം പോകും തിന്നണ്ട് നോക്കിയിട്ട് ഇതിൽ തിരുമ്പ് കയറുമല്ലോ. അതിനല്ലേ എനിക്ക് മതിയായിട്ടുണ്ട് കളരില്ല. അമ്മേ ഇനി വല്ല പൈസ മതി. എന്താണ് മതിയായി. ശരി ഞാൻ കഴിച്ചു. എങ്ങനെ ഞാൻ കഴിക്കും. അതിൻ്റെ കൂടുതൽ നിൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒന്ന് എത്ര വയസ്സാലും മാഗി ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങില്ല. ഒന്നും പറയാണ്ടിരുന്ന് കഴിക്കണം. കോൺഫിഡൻസ് എത്ര സാറൊന്നും അറിയാത്ത കോൺസെൻട്രേഷൻ തന്നെ പോകണം. ടേസ്റ്റ് നോക്കാൻ വേണം. ഒന്നും മടക്കി എരിയുമോ. എൻ്റെ കൂടുതൽ ആദ്യത്തെ ആവശ്യമൊന്നുമില്ല. അതിന് കോപ്പയും പോകുന്നു ഇല്ല എൻ്റെ തിന്നടി അടയ്ക്കും മറ്റേ കോപ്പയും പണിഷ്മെന്റ് ആയിക്കോളൂ. കിട്ടുന്നത് നിന്റെ കുറവ് നിർത്ത്. ഒന്നും മടക്കൊന്നും എടുക്കുന്നില്ല. ഇതിൻ്റെ പകുതി കൂടെ ടേസ്റ്റിനൊക്കെ എടുക്കണം. ശരിക്കും മതി. എനിക്ക് മതി. ഒന്നും മതിയാ പറ്റില്ല. ഞാൻ ഇതൊക്കെ നിറയെ ഇതൊക്കെ അങ്ങനെ കുത്തിക്കുക. പണിഷ്മെന്റ് ഇതാക്കിക്കാൻ വേണം. ഇവിടെ കൊളാക്കിച്ചിട്ടുണ്ട്. ഞാൻ അത് കാസച്ച് പഠിക്കണം. ഇവിടെ ഇല്ല. ഒളിക്കുണ്ട് തിന്നോ. ആ അതാ കഴിക്കാൻ പറയും. അപ്പം ഇതിൽ അക്ഷതി ജയിച്ചിരിക്കുന്നു. കഴിച്ച പഠിക്ക് വരുമ്പോഴത്തേക്ക് ആകട്ടെ. പിന്നെ അപ്പോഴേ കഴിഞ്ഞു. കുറച്ചോളൂ കുറച്ച് അപ്പോൾ കഴിച്ചിട്ട് ഞാൻ എൻജോയ് ചെയ്തിരിക്കണം. പയനക്കിൻ്റെ പണിഷ്മെന്റ് അച്ഛൻ അപ്പഴേ കഴിക്കാൻ പോകണം. പഴകില്ലേ എൻ്റെ അപ്പോഴേ ഫില്ലായി. അപ്പം നമുക്ക് അതിനുള്ള പണിഷ്മെന്റ്. അപ്പം ഗൈസ് അതിനുള്ള പണിഷ്മെന്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാരങ്ങ അപ്പം അങ്ങനെ പൊട്ടിക്കണം. എന്താണ് നാനത നമ്മൾ ഉപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ നാരങ്ങ തിന്നാ പറഞ്ഞാൽ അതിൽ കുരുവുണ്ട്. കുരുവൊക്കെ കളയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതൊക്കെ വായി നിന്നിട്ട് ഉപ്പ് കായ വയറ്റിനുള്ളിൽ പോയിട്ട് മുളയ്ക്കും. നാരങ്ങ മരം വരും. ഇവള് അന്ന് നാരങ്ങ തിന്നാൻ പറഞ്ഞപ്പോൾ സുഖമായിട്ട് തിന്നവളാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. അതാ ഇതെന്തത് വീട്ടിൽ കറിവൊക്കെ ഉപ്പെടുക്കില്ല. ഇത് അത് ഒരു ഫുള്ള് ഇങ്ങനെ ഇത്രയ്ക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. നോക്ക് ഏറ്റവും വലിയൊരു അവസരം. നീ തീർന്നടാ. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ. നമ്മുടെ പുളിയാണ് തീർന്നു. പുളി. എൻ്റെ വീട്ടിൽ പുളി ഇല്ല. അവിടെ വെക്കി. ഞാൻ എൻ്റെ വീട്ടിൽ പുളി കൊണ്ട് വേണ്ട. ഇപ്പൊ പുളി ഇല്ല. ഇതെന്താണ്? ഇതാണ് ബർഗർ. ഇതിലൊക്കെ കൂടി കൊത്തിമുറിച്ച് അടിപ്പിലിട്ട് ഞാൻ കത്തിക്കും. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉള്ളതാ.
അപ്പൊ ഇതിന് മേലെ നമ്മൾ ഒത്തിരി ഉപ്പിടണം. ബർഗർ നമ്മൾ ഫില്ല് ആക്കിയിട്ടുണ്ട്. ഇനി അടയ്ക്കണം. താഴെ ഒരു ലെയർ ഉപ്പിട്ടുണ്ട്. പിന്നെ നമ്മള് എന്താണ് പുളി ഇട്ടുണ്ട്. അറിയില്ല. പിന്നെ ഉപ്പിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബർഗർ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതങ്ങനെ ഞാൻ കഴിക്കും. പറ, നീ പറഞ്ഞോ. ഞാൻ അങ്ങനെ കഴിക്കും. ഞാൻ അങ്ങനെ ഇതിൽ തൊലിയൊക്കെ അങ്ങനെ ഫുള്ളായിട്ടില്ല. ഇതിലങ്ങനെ കഴിക്കും. പറ, ഇങ്ങനെ വായിൽ വെച്ചിട്ട് അതിന്റെ ഈ ചാറ് ഇങ്ങനെ കുടിക്കാം. അന്ന് കുടിച്ചില്ല, അന്ന് കുടിച്ചില്ലേ അതന്നെ. പിന്നെ തൊലി തിന്നണ്ട ഞാനും പറഞ്ഞു. അത് വല്ലതും ലൂസ് മോഷനൊക്കെ എന്നെ പറയൂ. അങ്ങനെ നാവാറില്ല. ശരി ശരി കഴിക്കും. നമ്മുടെ കായ വെച്ച് ഞാൻ Ready, 1, 2, 3. ഓ ചാട്ടൊന്നും പറയണ്ട. പച്ചനാരങ്ങയാണ്. ആ നാരങ്ങ പഴുക്കും. കസപ്പ് വരുന്നു. കഴിക്കണം. അന്ന് പറഞ്ഞു. അന്ന് നീ വേറെ എടുത്തിട്ട് നമ്മുടെ ബർഗറിൽ ചിലർക്ക് തക്കാളി ഒന്നും ഇഷ്ടമല്ല എന്നെ പോലെ. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കില്ല. അതേപോലെ ഇതിന് നാരങ്ങ ഒന്നും വരുന്നില്ല. അങ്ങനെയല്ല, ഫുള്ളായിട്ട് എടുത്തിട്ട് കുടിക്കില്ലേ. അപ്പൊ നാരങ്ങ വരും. അങ്ങനെയില്ല. ശരി, നീ ഇത് ഫുള്ളായിട്ട് വായിട്ട്. എന്നാലും നീ അങ്ങനെ പറയണ്ടായിരുന്നടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. പണിഷ്മെന്റ് അങ്ങനെ തിന്നാൻ പറ്റില്ല. അങ്ങനെ ഫുള്ള് ഭയങ്കര ഇതും കഴിക്കണ്ടേ? വായിൽ വെള്ളം എത്തിച്ച് കഴിക്കണേ. ഇനി ഇത് നമുക്ക് ഇനി ഇത് നമുക്ക് കഴിക്കാനുള്ളതുള്ളൂ. നല്ല ഉപ്പ് സെറ്റാക്കാം. പുളി, ഉപ്പ്, നാരങ്ങ. നമ്മൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ചെറിയൊരു പണിഷ്മെന്റ്. ഞാൻ രസം എല്ലാത്തിനും അഴിയിലേക്ക് പണിഷ്മെന്റ്. ഞാൻ അന്തസ്സായി കഴിക്കും. ഇങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. ഞാൻ 5 ദിവസം കഴിച്ചിട്ട് അടുത്ത പണിഷ്മെന്റ് ഉണ്ടോ കേട്ടാ. നീ കഴിക്കുന്ന വെള്ളം തന്നെ വേണ്ട. 2, 3. ഇതിവിടെ ആസ്വദിച്ച് വെച്ചിട്ടുണ്ട്. 4 ഫുള്ള് അങ്ങനെ വായിടണം. ഏറ്റവും കഴിക്കണം. പുളിയൊക്കെ കഴിക്കണം. പുളി വെച്ചിട്ട് ആവുന്നില്ല. പുളിന്റെ തോരൻ നോക്ക്. വേറെ തന്നതായിട്ട് പണിഷ്മെന്റ് ആയിട്ട് വാങ്ങിട്ട് വന്നിരിക്കുന്നുണ്ട്. ഞാൻ അത് കഴിക്കുകയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഇവള് ഇത് നാരങ്ങ വെച്ചാൽ ഇത്ര ഉപ്പിട്ട് വെച്ചു, അതിന്റെ മേലെ പുളി. ഞാൻ അങ്ങനെ കഴിക്കും. അതാണ് ഉപ്പില്ലേ ലെമൺ ബർഗർ. പുതിയ പേരാണ് ലെമൺ ബർഗർ. ചാൻസ് കിട്ടി അത് ഓവറാക്കുമല്ലടാ. ഫുൾ ഉപ്പും പുളിയും അതിന്റെ പുളിപ്പും ഇതൊക്കെ ആസിഡാണ്. നാരങ്ങയിൽ ആസിഡ് ഉണ്ട്. അറിയാത്തവർക്ക് കാരണം എന്താണ് എല്ലാവരും കഴിച്ച് പാസാക്കുക. നാളെ കൈയടിക്കൽ എന്നിടും ഒന്നൊരു കൈയടിക്കും. എപ്പോഴോ കൈയടിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഉപ്പതിന്റെ ബുദ്ധി പറയും. വെറുതെ അല്ല, അല്ലെങ്കിൽ ബുദ്ധി എനിക്കൊക്കെ ഉണ്ട്. ഇവിടെക്കാട്ടും ബുദ്ധി എനിക്ക്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.